അട്ടപ്പാടിയിൽ മൺമാഫിയയുടെ അതിക്രമം വൻതോതിൽ മല ഇടിച്ച് അട്ടപ്പാടിക്ക് പുറത്തേക്ക് കടത്തുകയാണ്. പഞ്ചായത്തിൽ വിളിച്ചന്വേഷിക്കുമ്പോൾ പാസ് ഉണ്ടെന്നാണ് പറയുന്നത്. വെറും 3000 സ്ക്വയർ ഫീറ്റിന് താഴെ മാത്രം പെർമിഷൻ നൽകാൻ കഴിയുന്ന പഞ്ചായത്തിന് എങ്ങനെയാണ് ഇത്രയും വലിയ മൺകടത്തലിന് പാസ് നൽകാൻ കഴിയുക? വെറും സാധാരണ വണ്ടിയിലല്ല മണ്ണ് കടത്തുന്നത്, വൺ ടോറസുകളിലാണ് അട്ടപ്പാടിയിൽ നിന്ന് മണ്ണ് താഴത്തേക്ക് കടത്തുന്നത്. അട്ടപ്പാടിയിൽ നിന്ന് താഴെ ഇറങ്ങുമ്പോഴേക്കും 2 ചെക്ക് പോസ്റ്റുകളുണ്ട്. ഈ ചെക്ക് പോസ്റ്റുകൾ എങ്ങനെയാണ് ഇവർ കടത്തുന്നത് എന്ന് അറിയില്ല. കളക്ടറുടെ പരസ്യമായ ഓർഡർ ഉണ്ട്, അട്ടപ്പാടിയിൽ നിന്ന് മണ്ണ് പുറത്തേക്ക് കടത്തരുത് എന്ന്. ഈ ഓർഡറിന് യാതൊരു വിലയും നൽകാതെയാണ് ഇത്രയും വലിയ മൺകടത്തൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്ക്രീനിൽ കാണുന്ന വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഒരു മലയുടെ പകുതിയാണ് ഇടിച്ചു താഴ്ത്തുന്നത് എന്നുള്ളത്. ഇനി വരുന്ന മഴയിൽ ഈ കുന്ന് പൂർണ്ണമായും ഇടിഞ്ഞു വീഴില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അട്ടപ്പാടിയിൽ പോയ വർഷം തന്നെ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ളതാണ്. ഈ രീതിയിൽ മൺകടത്തൽ തുടരുകയാണ് എങ്കിൽ ഈ വർഷവും സമാനമായ അനുഭവം നേരിടേണ്ടി വരുന്നതാണ്. ഈ പ്രശ്നങ്ങളെല്ലാം അനുഭവിക്കേണ്ടി വരുന്നത് അട്ടപ്പാടിയിലെ ജനങ്ങളാണ്. അതുകൊണ്ട് തന്നെ അട്ടപ്പാടിയിൽ ഇത്തരം മൺമാഫിയയുടെ വൻതോതിലുള്ള മൺകടത്തൽ തടയുന്നതിന് സർക്കാരും അനുബന്ധ ഉദ്യോഗസ്ഥരും ഇതിനെതിരെ വ്യക്തമായ നടപടിയെടുത്തില്ല എന്നുണ്ടെങ്കിൽ അട്ടപ്പാടിയിൽ വീണ്ടും വലിയൊരു ദുരന്തത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വരുന്നതാണ്.